ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ പാത വെട്ടിത്തുറന്നുകൊണ്ട് രാജ്യത്തെ മുന്നോട്ടു നയിച്ച വ്യക്തിത്വമായിരുന്നു മൻമോഹൻ സിംഗിന്റേത്. പൊതുവെ മിതഭാഷയായിരുന്നുവെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ തന്റെ അഗാധമായ പാണ്ഡിത്യവും അറിവും പകർന്നു നൽകുന്നതിൽ അദ്ദേഹം ഒട്ടും തന്നെ മടി കാണിച്ചിരുന്നില്ല. ഇക്കാരണങ്ങളൊക്കെ കൂടിയാണ് അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടാത്ത പ്രധാനമന്ത്രിമാരിൽ ഒരാളായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നത്. പൊതുവേദികളിലും പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന സമയത്തുമൊക്കെ പതിവായി മൻമോഹൻ സിംഗിനെ തേടിയെത്തിയിരുന്ന ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ അക്കാദമിക് നേട്ടങ്ങളെക്കുറിച്ചോ കുടുംബജീവിതത്തെക്കുറിച്ചോ ഉള്ളതായിരുന്നില്ല. അദ്ദേഹം ധരിച്ചിരുന്ന തലപ്പാവ് തന്നെയായിരുന്നു ഈ ചോദ്യത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. എപ്പോഴും ഇളം നീല നിറത്തിലുള്ള തലപ്പാവ് ധരിച്ചുകൊണ്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ വേദികളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇത് പലപ്പോഴും അഭ്യൂഹങ്ങൾക്കും ചിലരുടെയൊക്കെ പരിഹാസത്തിനുമൊക്കെ കാരണമായിരുന്നു. എന്നാൽ സംയമനം കൈവെടിയാതെ ഒരിക്കൽ അദ്ദേഹം തന്റെ തലപ്പാവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകി. അന്ന് അദ്ദേഹത്തിന്റെ മറുപടി കേട്ട സദസ്സ് നിർത്താതെ കരഘോഷം മുഴക്കുന്ന സാഹചര്യവുമുണ്ടായി. കൃത്യം 18 വർഷങ്ങൾക്ക് മുൻപായിരുന്നു തന്റെ തലപ്പാവിനെ സംബന്ധിച്ചുള്ള രഹസ്യം ഡോക്ടർ മൻമോഹൻ സിംഗ് പുറത്തുവിട്ടത്. 2006 ഡോക്ടറേറ്റ് ഓഫ് ലോ ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ അധികമാർക്കും അറിയാതിരുന്ന രഹസ്യം വെളിപ്പെടുത്തിയത്. ഇളം നീല തന്റെ പ്രിയപ്പെട്ട നിറങ്ങളിൽ ഒന്നാണെന്നും കേംബ്രിഡ്ജിലെ തന്റെ അവിസ്മരണീയ ദിനങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണെന്നും ഇതെന്നായിരുന്നു മൻമോഹൻ വിശദീകരിച്ചത്. ഒരു വലിയ സദസ്സിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ഫിലിപ്പ് രാജകുമാരൻ മൻമോഹൻ സിംഗിന്റെ നീല തലപ്പാവ് ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. കേംബ്രിഡ്ജിൽ പഠിക്കുന്ന കാലത്ത് സമപ്രായക്കാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നീല തലപ്പാവ് എന്ന് വിളിച്ചിരുന്നത് എങ്ങനെയാണെന്നും മുൻ പ്രധാനമന്ത്രി പിന്നീട് വിശദീകരിച്ചിരുന്നു. നിക്കോളാസ് കൾഡോർ, ജോവാൻ റോബിൻസൺ, അമർത്യ സെൻ തുടങ്ങിയ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി കേംബ്രിഡ്ജ് കാലത്തെ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സ് തുറന്നിരുന്നു. അതേസമയം ഇന്നലെ രാത്രി 9:30 മൻമോഹൻ സിംഗിന്റെ അന്ത്യം. വസതിയിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ എയിംസിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് മരണത്തിന് കീഴടങ്ങി. അടുത്ത 7 ദിവസത്തേക്ക് രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശനിയാഴ്ചയാണ് മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മൻമോഹൻ സിംഗിന്റെ മകൾ വിദേശത്ത് നിന്ന് ഡൽഹിയിലെത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ഇന്നലെ രാത്രിയോടെ ആശുപത്രിയിൽ നിന്ന് ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ ഡൽഹി ജൻപത്തിലെ വസതിയിൽ എത്തിച്ചിരുന്നു. ഇതിനു പിന്നാലെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അതേസമയം ലോക നേതാക്കൾ ഉൾപ്പെടെ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മാലിദ്വീപ്, അഫ്ഗാനിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മൻമോഹൻ സിംഗിന്റെ സംഭാവനകളും അവരുടെ രാജ്യങ്ങളുമായുള്ള ഊഷ്മളമായ ബന്ധവും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അനുസ്മരണം. രാഹുൽ ഗാന്ധി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരും മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമ, മുൻ ജർമ്മൻ കൗൺസിലർ ആഞ്ചല മെർക്കൽ എന്നിവരും മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ഇരുവരും മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു.